വക്കം ഖാദർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു ജീവിതം എന്ന പുസ്തകം ചരിത്ര പണ്ഡിതനും ചരിത്ര അധ്യാപകനുമായിരുന്ന ഡോക്ടർ ടി ജമാൽ മുഹമ്മദ് സാറിൻ്റെ ഒരു ഗവേഷണ പഠനമാണ്. മലയാളത്തിൽ വക്കം ഖാദർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ പഠന ഗ്രന്ഥമാണ് ഈ പുസ്തകം. മുസ്ലിം ജനസമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചുള്ള വളരെ കൃത്യതയുള്ള സോഴ്സുകളിൽ നിന്നുള്ള ഒരു പഠനം എന്നുള്ള നിലക്കാണ് വക്കം ഖാദർ എന്ന് പറയുന്ന ദേശാഭിമാനിയെക്കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് തൂക്കിലേറ്റുമ്പോൾ, ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പിടിക്കപ്പെട്ട കൂട്ടത്തിൽ നിന്ന് ഒരു ഹിന്ദു സഹോദരനും ഞാനും ഒരുമിച്ച് തൂക്കിലേറ്റപ്പെടുന്നതാണ്. ഹിന്ദു സഹോദരനെ തൂക്കിലേറ്റാൻ വിധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എന്നെ തൂക്കിലേറ്റേണ്ടത്. ഇത് ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതീകം എന്ന നിലയിലാണ് ഈ മരണം, ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഒരു അവസാനത്തെ ആഗ്രഹമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ INA ഇന്ത്യൻ നാഷണൽ ആർമിയിലെ പ്രവർത്തകനായിരുന്നു വക്കം ഖാദർ. 26-ാം വയസ്സിലാണ് അദ്ദേഹം രക്തസാക്ഷിയാവുന്നത്. ഒരു സാധാരണ കുടുംബത്തിലെ വക്കം, തിരുവനന്തപുരം ജില്ലയിലെ വക്കത്തുള്ള ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ പിറന്ന ഖാദർ, ബാവ കുഞ്ഞ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് വക്കം മൗലവിയുടെയൊക്കെ സഹകാരിയായിട്ട് പ്രവർത്തിച്ചിട്ടൊക്കെയുണ്ട്. തോണിക്കാരനായിരുന്നു, പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ച മനുഷ്യനായിരുന്നു. മലയായിലേക്ക് തൻ്റെ മകനെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്നുള്ള നിലക്ക് അക്കാലത്ത് പറഞ്ഞയക്കുകയും അവിടെ വെച്ചാണ് INAയിൽ ഇദ്ദേഹം ആകൃഷ്ടനാകുന്നത്. ആ സ്ഥലത്ത് പ്രവാസ സമൂഹമായിക്കൊണ്ട് തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം അവരിൽ ആളിക്കത്തുകയും അങ്ങനെ അവർ പലതരത്തിലുള്ള സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. നമുക്കറിയാം, അവസാന കാലഘട്ടത്തിൽ ജപ്പാന്റെ സഹായത്തോടെ ബ്രിട്ടനെതിരെ പ്രവർത്തിക്കാൻ ആണ് അന്ന് INA തീരുമാനിച്ചത്. അതിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചെറുപ്പക്കാരിൽ സമര പോരാളികളായിട്ട് പങ്കെടുത്തതിൽ ഒന്ന് വക്കം ഖാദറായിരുന്നു. അവർ ഒരു ജപ്പാൻ മുങ്ങിക്കപ്പലിൽ അങ്ങനെ താനൂർ കടപ്പുറത്ത് വരികയാണ്. മലയായിൽ നിന്ന് താനൂർ കടപ്പുറത്ത് വരിക, അവിടെ നിന്ന് പിടിക്കപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ, ഒറ്റുകാരാൽ അങ്ങനെ പിടിക്കപ്പെട്ട് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ തൂക്കിലേറ്റുകയായിരുന്നു. തൻ്റെ പിതാവിന് എഴുതിയ കത്തുകൾ, സുഹൃത്തുക്കൾക്ക് എഴുതിയ കത്തുകളൊക്കെ വളരെ വൈകാരികമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്വപ്നത്തെക്കുറിച്ച്, ഇന്ത്യ സ്വതന്ത്രമാകുന്ന ഒരു സ്വപ്നം കൊണ്ട് നടന്ന വക്കം ഖാദറിനെ കുറിച്ച് ഇപ്പോഴും വേണ്ടത്ര പഠനങ്ങൾ ഉണ്ടായിട്ടില്ല. ആ നിലയിൽ ഒരു ദിശ കാണിക്കുന്ന മികച്ച ഒരു പഠനമായിട്ട് ഈ പുസ്തകത്തെ നമുക്ക് കാണാം.